വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ജേർണൽ ആട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ചെണ്ണം സ്കൂളിൽ വെച്ച് ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ തൊട്ട് നമ്മൾ ഇത് കാണിച്ചില്ലല്ലോ. മറ്റേ സ്റ്റോറി ബുക്കിൻ്റെ ജേർണലില്ലേ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. നോക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഞാൻ ഇപ്പോൾ പാർട്ടി ടൈം, പിന്നെ അതിൻ്റെ പേര്, പിന്നെ കുറച്ച് ഡിസൈൻസ്, അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത പേജ് ഞാൻ കാണിച്ചു തരാം. ഒരു ഇത്ര ക്യൂട്ട് തിങ്സ് ആട്ടോ. നീ എന്തിനാ എപ്പോഴും കയറി വരുന്നേ? ഇതും പിന്നെ ഇതും. ഓക്കെ, പിന്നെ ഇത് ഗാന്ധി ജയന്തി, ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ എൻ്റെ അനീതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ്, പിന്നെ ഒരു ഡ്രോയിങ്, പിന്നെ ഇത് സോ ക്യൂട്ട് മാംസ്. എനിക്കിഷ്ടമാണ് മാംസിനെ. മാംസ് മീൻസ് ടീച്ചർ. ഓക്കെ, കുറച്ച് സ്റ്റിക്കറും ഉണ്ട്, ഒരു ജേർണലും ഉണ്ട്. ഞാൻ അടുത്തത് ഏതാ വരയ്ക്കണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നീ എന്തിനാടി കുത്തി വരച്ച് ഈ ബുക്കിന്? വെള്ളക്കൊണ്ട് തോറ്റിയത് കുത്തി വരച്ചിട്ടിരിക്കുക. എനിക്ക് ഇത്ര ഇഷ്ടമല്ല എൻ്റെ ജേർണലിൽ ഇങ്ങനെ കുത്തി വരയ്ക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇവളുടെ ജേർണലാണെങ്കിലോ ഞാൻ കുത്തി വരയ്ക്കുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ പാവം കുട്ടിയായിട്ട് ഇരിക്കും. അതിൽ ഇറേസർ ഉണ്ടോ? അതൊന്ന് എടുത്തുകൊണ്ട് വരുമോ? ഇറേസർ ഇല്ല. നീ ഒന്ന് പെട്ടെന്ന് പോയി എടുത്താൽ മതി. എടി പ്ലീസ്, ഞാൻ വീഡിയോയിൽ കേട്ടിട്ടില്ല. അതിൽ പോയി പെട്ടെന്ന് എടുത്തോ. കുറച്ച് അലങ്കൃതിക്കാൻ പോയി എടുക്കാം. ഇത് അന്ന് കാണിച്ചത് തന്നെ. പിന്നെ ഈ പൗച്ചിനാട്ടോ ഞാൻ ഇട്ട് ഹലോ കിറ്റി കേട്ടാ. ഇതേ അതിൻ്റെ സാധനങ്ങൾ. ഇത് എവിടെ നിന്നായിരുന്നോ മേടിച്ചേ? എന്താണ് എവിടേക്കോ മേടിച്ച്. ഇത് ഏത് സ്ഥലത്താണ്? ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ളതാണെന്ന് തോന്നുന്നത്. ഹലോ കിറ്റീൻ്റെ പ്ലാസ്റ്റിക് അല്ല, സ്റ്റീൽ കൊണ്ടുള്ള ഇത്. പിന്നെ ഇത് ബാഗിലൊക്കെ തൂക്കിയിടുക, പൗച്ച്, എല്ലാ സാധനത്തിലും തൂക്കിയിടാൻ. ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ സാധനം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതും കൂടി എടുത്തത്. മറ്റേ പെൻസിൽ ബോക്സ് ഐറ്റംസ്, ബുക്കൊന്നുമില്ല, ഒരു പേപ്പർ, അങ്ങനെയൊക്കെ. ഞാൻ ജേർണലായിട്ട് ഇറേസർ എടി പെട്ടെന്ന് എടുത്തോണ്ട് പാടി കളിപ്പണ്ണേ. ഓക്കെ, അവിടെ ഒരു കുടുംബത്തിയാണ്. പെട്ടെന്ന് പേപ്പർ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ അടി തുടങ്ങും. ആദ്യം എൻ്റെ ഇറേസർ എടുത്തോണ്ട് പോയേക്കുന്ന കളി. ഈ ഒരു പെൻസിൽ ഇപ്പം തന്നെ എനിക്ക് ഇറേസർ ഇല്ലല്ലോ. ഇറേസർ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ, അതെന്ത് കാണണ്ട? പ്ലീസ്, എനിക്ക് ഒറ്റ ഒരെണ്ണം പോലും ഇല്ല. നീ പോയി വന്നീടെ ചോദിക്കും എന്ത് ഇറേസറാ. കുറച്ച് ബാക്കിലോട്ട് എനിക്കറിയത്തില്ല ഞാനൊന്ന് ഇറേസ് ചെയ്യട്ടെ കേട്ടാ. ഇപ്പൊ ഒന്ന് പോയിട്ട് വരെ തേക്കാൻ തന്നെ ഇരിക്കുകയാണ്. എങ്ങനെയാ വരച്ചു വെച്ചേക്കുന്ന പോലും അറിയത്തില്ല. ഇങ്ങനെ ഒരു വി ഷേപ്പ് ലവോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പേജിൽ ജേർണൽ ചെയ്യണ്ടല്ലോ, ആ പേജ് അങ്ങ് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ പേജ് ചെയ്താലോ. അടുത്ത
അടുത്ത നാളെയല്ല മൺഡേ ഞാനൊരു ജേർണൽ ഇവിടെ ചെയ്തിട്ട് വരാം. ഞാൻ ഇവിടെ ആണ് ഫസ്റ്റ് ചെയ്യേ. എന്തോ ജേർണൽ നിങ്ങൾ പറഞ്ഞിട്ട് പോലും ഗൈസ്. നിങ്ങളൊരു പിക്ചറോ അല്ലെങ്കിൽ പേരോ അതിൻ്റെ പേരോ എന്തെങ്കിലും അയച്ചു തന്നോളാം. ഞാൻ അതിൻ്റെ ഡ്രോയിങ് ചെയ്തോളാം. ജേർണൽ പറഞ്ഞു തന്നാൽ മതി. ഓക്കെ. അയ്യോ ഒരു സാധനം ഉണ്ടല്ലോ, സ്റ്റിക്കർ ഉണ്ട്. ഇങ്ങനെയുണ്ട് വീട്. ഓ സോ ക്യൂട്ട്. കുറച്ച് ഐറ്റംസുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ അന്ന് കാണിച്ചത് ഗിഫ്റ്റ് ഐറ്റംസുകൾ. ഇതല്ലോട്ടെ നിങ്ങൾക്കറിയാം. ഈ സ്റ്റിക്കറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്റ്റിക്കർ എൻ്റെ ഫ്രണ്ട് തന്നതാണ്. എനിക്ക് സ്റ്റിക്കർ ഇല്ല ഗയ്സ്. എനിക്ക് ഫ്രണ്ടും തന്നിട്ടില്ല. അപ്പം ഇതെന്തുവാ ഗൈസ്? ഇതെന്തുവാ ഗൈസ്? സ്റ്റിക്കറാണോ ഗൈസ്? പള്ളി പെണ്ണേ. എനിക്ക് പെൻസിൽ ബോർഡിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഒരു പേപ്പർ ഉണ്ട്. അത് കളഞ്ഞിട്ടാണ് ഇവിടെ ഒട്ടിക്കുന്നത്. കുറച്ച് പാടുപെടും, കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അന്ന് നമ്മൾ ഇട്ടത് മറ്റേ ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഒരു ഡിസൈനുള്ള ഡിസൈൻ. അപ്പം ഞാൻ വേറെ ഡിസൈൻ ഇടാം. കുറച്ച് താഴത്തോട്ടിട്ട് കണ്ടോ കുറച്ച് ബുദ്ധിമുട്ടാകൂന്നാ തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയെങ്കിൽ പറഞ്ഞാൽ. ത്രീയോ എനിക്ക് വരയ്ക്കാൻ അറിയുള്ളൂ. ഇതിനകത്ത് ത്രീയോ ഒറ്റ ഇതെന്ന് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയാണ്. കുറച്ചും കൂടി സ്റ്റിക്കേഴ്സ് വേണം. എനിക്ക് ഇല്ല സ്റ്റിക്കേഴ്സ് ശരിക്കും പറഞ്ഞാൽ. ഗോൾഡ് സ്റ്റിക്കർ വരും. അത് ചേച്ചി ഇങ്ങോട്ടേക്ക് വെക്കാം, ഇങ്ങോട്ടേക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യം വരുമെങ്കിൽ ഞാൻ തരാം. ഓക്കെ. എനിക്ക് അല്ല ഇതല്ലോ ബർത്ത്ഡേക്കോ അങ്ങനൊക്കെ വരുമ്പോൾ. ഓക്കെ. നിൽക്കുക ഗൈസ്. ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ ട്യൂസ്ഡേ എനിക്ക് സ്റ്റിക്കർ തരാം. തരുമെന്ന് ആർക്കറിയാം. എൻ്റെ ജേർണലിൽ കുറച്ച് ഗേൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ടിനൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അതോടെയാണ് എൻ്റെ സ്റ്റിക്കറൊക്കെ തീർന്നു ബ്രോ. ഇൻഡിപെൻഡൻസ് ഡേ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഇവാഞ്ചലിൻ. ഹായ് ഇവാഞ്ചലിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ഹാർട്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ എഴുതട്ടെ. എന്തെഴുതണം ആണെങ്കിൽ നിങ്ങളുടെ പേര് വെച്ച് ഞാനൊരു ജേർണൽ ചെയ്യാം. നിങ്ങളൊന്ന് പേര് ടാഗ് ചെയ്യാം. ഓക്കെ. സബ്സ്ക്രൈബും ചെയ്യണേ, ലൈക്കും. വേറൊന്നും അടി വെറുതെ പറയുന്ന കുറച്ച് കൂടുതലിട്ടോ. എനിക്കൊന്നും അറിയത്തില്ലേ ഗൈസ്. അവിടെ നിർത്തിയതാ. എന്താ ചെയ്തേ? ചെയ്യണ്ട. എന്തിനാണ്
ബുക്ക്, എല്ലാ സാധനങ്ങളും എൻ്റെ തോന്നുന്നു. ഇതിൻ്റെ സാധനങ്ങൾ എടുത്ത് ആണെങ്കിൽ എൻ്റെ ജേണൽ കാണിക്കട്ടെ. കുറച്ച് സാധനങ്ങൾ എഴുതാനുണ്ട്. ഗൈസിൻ്റെ അടുത്താണ് ഇങ്ങനെ ഓടി വെച്ചിരു കേട്ടോ. ഇതാട്ടെ എൻ്റെ ചേട്ടൻ വൺ കണ്ടോ ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ. ഇനി ബൈ എന്ന് പറയണി. ബൈ. ആറോണി ബൈ. ഇനി അടുത്ത ജേണലിൽ പേര് തരണേ. ബൈ.